ഹായ് ഫ്രണ്ട്സ്, ആദ്യ ടെക് അക്കാഡമിക്സ് ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു രഞ്ജിത്ത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശരീരഭാഗങ്ങളിൽ മസ്തിഷ്കം അഥവാ ബ്രെയിൻ എന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം മത്സര പരീക്ഷകളിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ ടോപ്പിക്കിന് ഉള്ളത് എന്ന്. ബ്രെയിനിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ നിന്നും പഠിച്ചിരിക്കേണ്ടത് 5 ഭാഗങ്ങളാണ്. സെറിബ്രം, അത് സെലിബ്രിറ്റി എന്ന് ഓർത്തോളൂ, കോഡിലൂടെ കണക്ട് ചെയ്തെല്ലാം പഠിക്കാം. പിന്നെ സെറിബെല്ലം, പിന്നെ തലയുമായിട്ട് സാദൃശ്യമുള്ള 2 പേരുകൾ തലാമസ്, ഹൈപ്പോതലാമസ്, പിന്നെ ഏറ്റവും പിന്നിലുള്ള മെഡില്ല ഒബ്ലാങ്കേറ്റ. പേരിൽ മാത്രമേ മിഡിൽ എന്നുള്ളൂ, അത് തലയുടെ ഏറ്റവും പിന്നിലാണെന്നും ഓർത്തോളൂ. അപ്പോ ബ്രെയിനിനെ കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ബയോളജിയിൽ ഇതിനു മുന്നേ ശരീരഭാഗങ്ങളിലെ കണ്ണിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക് ചെയ്തിട്ടുണ്ടായിരുന്നു, അസ്ഥികളെ കുറിച്ചിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ജീവികളുടെയും പ്ലാന്റ്സിന്റെയൊക്കെ സയന്റിഫിക് നെയിംസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ മറ്റു ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ആർട്ടിക്കിളുകൾ കോഡിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭേദഗതിയെ കുറിച്ചിട്ട് 106 ഭേദഗതിയിൽ നിന്നും പഠിക്കേണ്ട എല്ലാ ഭേദഗതികളും കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾസ് നോക്കി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നോക്കി, ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോഗ്രഫിയിൽ നിന്ന് ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം മത്സര പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യും. ക്ലാസ്സുകളെല്ലാം കാണാനായിട്ട് ശ്രമിക്കൂ. ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയിരുന്നാലും കമന്റിലൂടെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കൂ. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് മുൻപോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സിന്റെയൊക്കെ PPTയുടെ PDF നോട്ട്സ് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അത് മാത്രമല്ല, ഇവിടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാം. മസ്തിഷ്കത്തിലെ ബ്രെയിൻ അഥവാ തലച്ചോറ്. ഇതാണ് തലച്ചോറ്. ഇതിനെ സംരക്ഷിക്കുന്ന അസ്ഥികളുണ്ട്, അതാണ് കപാലം അഥവാ ക്രാനിയം. കപാലം, നിന്റെ കപാലം അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് കപാലം അഥവാ ക്രാനിയം. കപാലത്തിൽ എത്ര എല്ലുകൾ ഉണ്ട് എന്ന് ചോദിക്കും. 8 എല്ലാണ്. കപാലത്തിൽ തട്ടരുത്, ടക് ടക് എന്ന് സൗണ്ട് കേൾക്കില്ലേ? യെസ്, കപാലത്തിൽ തട്ടരുത്. തട്ട് എന്നാൽ 8, അതാണ് കോഡ്. എന്നാൽ തലച്ചോറിനെ സംരക്ഷിക്കുന്ന ആവരണം ഏത് എന്ന് ചോദിച്ചാൽ അത് മെനിഞ്ചസ് എന്ന് പറയണം. മെനിഞ്ചസ്, തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥികളാണ് കപാലം. കപാലത്തിൽ തട്ടരുത് അഥവാ ക്രാനിയം. 8 അസ്ഥികളാണ് ഉള്ളത്. എങ്കിൽ ഇതാണ് ഫേസ്. നമ്മുടെ ഫേസിൽ എത്ര അസ്ഥികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 14 അസ്ഥികളാണ് ഫേസിൽ ഉള്ളത്. 14. ഫേസ് നോക്കിയാൽ മധുര 14 എന്നേ പറയത്തുള്ളൂ എന്ന് പറയില്ലേ, അത് തന്നെയാണ് 14 അസ്ഥി. അതിന് ഈ 14 അസ്ഥികളാണ് കാരണം. ഫേസിൽ 14, കപാലത്തിൽ തട്ടരുത്, കപാലത്തിൽ 8, അങ്ങനെ 14 8 കൂടെ ചേർത്ത് 22 അസ്ഥികളാണ് നമ്മുടെ തലയോട്ടിയിൽ ഉള്ളത് എന്ന് പഠിച്ചോളൂ. എങ്കിൽ നമുക്ക് മസ്തിഷ്കത്തിലെ തലച്ചോറിലെ സെറിബ്രം എന്ന ഭാഗമാണ് ആദ്യം നോക്കാനുള്ളത്. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. തലച്ചോറിലെ 80% സെറിബ്രമാണ്. സെറിബ്രത്തെ സെലിബ്രിറ്റി എന്ന് ഓർത്തോളൂ. സെലിബ്രിറ്റി എന്നാൽ നമ്മുടെ മലയാളത്തിലെ ശ്രീനിവാസൻ ചേട്ടനല്ലേ, ഇപ്പൊ മരിച്ചുപോയ, അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്തോളൂ. സെലിബ്രിറ്റി, അദ്ദേഹം എഴുതും അല്ലേ, ധാരാളം വായനാശീലമുള്ള ആളാണ്, വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ്. മലയാളത്തിലെ ഏറ്റവും ടോപ്പ് സ്ക്രിപ്റ്റ് എല്ലാം വന്നിട്ട് അദ്ദേഹത്തിന്റെയാണ്. അതിന് ഭാവന വേണം അല്ലേ, ചിന്താശക്തി വേണം, പിന്നെ വൈകാരിക പ്രകടനങ്ങൾ. അദ്ദേഹം നടനല്ലേ, പല സിനിമയിലും വൈകാരികമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സ്വപ്നം കാണാനുള്ള കഴിവുണ്ട്. ധാരാളം സ്വപ്നം കാണുന്ന മനുഷ്യന്, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന് മാത്രമേ അങ്ങനെ എഴുതാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോ ഇതിന്റെയൊക്കെ കേന്ദ്രം സെറിബ്രമാണ്. അപ്പോ ശ്രീനിവാസൻ എന്ന സെലിബ്രിറ്റിയെ വെച്ച് ഓർത്തോളൂ. ഐച്ഛിക ചലനങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ശാരീരിക ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ശ്രീനിവാസൻ ചേട്ടൻ ഒരു സിനിമയില്, ഒരു നാടകത്തിലെ ഡയറക്ടറായിട്ട് വരുമ്പോഴത്തേക്ക് അഭിനയിക്കുന്നവരുടെ പറഞ്ഞിട്ടില്ലേ, ഒരു വര ഇട്ട് കൊടുത്തിട്ട് ഈ കോഡിന്റെ അപ്പുറത്ത് താണ്ടരുത്, ഇവിടെ നിന്ന് നിങ്ങൾ അഭിനയിച്ചോളൂ. യെസ്, എല്ലാം ഈ നടന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും. അങ്ങനെ നിയന്ത്രിച്ചല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ശരീരവുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സെറിബ്രത്തിന്റെ കൺട്രോളിലാണ്.
ഓടുക, ചാടുക, ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാം. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലേ. അതുപോലെ അഭിനയം അങ്ങനെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കാം. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പോ ബുദ്ധിശക്തിയുടെ കേന്ദ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ, വിവേചന ശക്തി, എഴുതാനും വായിക്കാനുള്ള കഴിവ്, ഭാവന, സ്വപ്നം കാണാനുള്ള കഴിവ്, ഇതിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന കേന്ദ്രം സെറിബ്രം ആണ്. നമ്മുടെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം ആണ്. എങ്കിൽ ഈ സെറിബ്രമിൽ രണ്ട് അർദ്ധഗോളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. രണ്ട് അർദ്ധഗോളങ്ങളായിട്ടാണ് ഈ സെറിബ്രം കാണപ്പെടുന്നത്, അഥവാ ഹെമിസ്ഫിയർ. അർദ്ധഗോളം എന്നാൽ ഹെമിസ്ഫിയർ അല്ലേ. എങ്കിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ, ഇടത് അർദ്ധഗോളം നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്തെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇടത് അർദ്ധഗോളം വലത് ഭാഗത്തിനെയും, വലത് അർദ്ധഗോളം റൈറ്റ് ഹെമിസ്ഫിയർ നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്തിനെയുമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇൻറ്റു വരയ്ക്കും പോലെ ഇടത് വലതിനെയും വലത് ഇടതിനെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ ഈ സെറിബ്രത്തിലെ രണ്ട് അർദ്ധഭാഗത്തിനെയും കണക്ട് ചെയ്യുന്ന നാഡി തന്തുകൊണ്ട് അതിന്റെ പേരാണ് കോർപ്പസ് കലോസം. കോർപ്പസ് കലോസം. ഞാൻ പറഞ്ഞു സെറിബ്രം എന്നാൽ സെലിബ്രിറ്റി, കലാകാരൻ എന്നാണ്. അപ്പോ ഈ രണ്ട് അർദ്ധഗോളത്തിനെയും കണക്ട് ചെയ്യുന്നതും ഒരു കലാകാരനാണ്, അതാണ് കോർപ്പസ് കലോസം. അവിടെയും കലയുണ്ടല്ലോ. കലാകാരൻ കോപ്പർ കൊണ്ടാണ് കണക്ട് ചെയ്യിക്കുന്നതെന്ന് കോഡിനായിട്ട് ഓർത്തോളൂ, അതാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിന്റെ പുറം ഭാഗം ചാര കളറിലാണ്. ഇതാ കണ്ടില്ലേ, സെറിബ്രത്തിന്റെ പുറം ഭാഗം ചാര കളറിലാണ്. ഇങ്ങനെ ചാര കളറിലുള്ള പുറം ഭാഗം അറിയപ്പെടുന്നത് സെറിബ്രൽ കോർട്ടെക്സ്. പുറം ഭാഗം അല്ലേ, അപ്പൊ ഇത്തി കട്ടി കാണും, അതാണ് കോർട്ടെക്സ് എന്ന് ഓർത്തോളൂ. സെറിബ്രത്തിന്റെ പുറം ഭാഗമാണ്, അതാണ് സെറിബ്രൽ കോർട്ടെക്സ്. എങ്കിൽ ഈ സെറിബ്രത്തിന്റെ അകം ഭാഗം വെളുത്ത കളറിലാണ് കാണപ്പെടുന്നത്, അതിന്റെ പേരാണ് മെഡുല്ല. സെറിബ്രത്തിന്റെ അകത്തുള്ള ഭാഗം മെഡുല്ല, മൃദുലമാണ് എന്ന് ഓർത്തോളൂ. സെറിബ്രത്തിന്റെ പുറത്തുള്ള ഭാഗം കട്ടിയുണ്ട്, അതാണ് സെറിബ്രൽ കോർട്ടെക്സ്. അകത്തുള്ള ഭാഗം വെളുത്ത നിറത്തിലാണ്, മൃദുലമാണ്, അതാണ് മെഡുല്ല എന്നും ഈ രീതിയിൽ കണക്ട് ചെയ്ത് വച്ചോളൂ. ഓക്കെ, ഇനി നോക്കൂ, ദാ സെറിബ്രത്തിൽ ധാരാളം കയറ്റവും ഇറക്കവും ഉണ്ടല്ലേ. ദാ ഇവിടെ നോക്കിയാൽ മതി. ഈ കയറ്റത്തിനും ഇറക്കത്തിനും പേരുണ്ട്. അതിന്റെ പേരാണ് ഗൈറസും സൾക്കസും. ഗൈറസും സൾക്കസും. മസ്തിഷ്കത്തിലെ ഉപരിതലത്തിലെ ഉയർച്ചകളെ ഗൈറസ് എന്ന് പറയുന്നു. ഉയർച്ചകളെ ഗൈറസ്. നമ്മൾ കയറണം എന്നല്ലേ പറയുന്നത്, അതാണ് ഗൈറസ്. സെറിബ്രത്തിലെ ഉയർച്ചകളെ ഗൈറസ് എന്നും സെറിബ്രത്തിലെ താഴ്ന്ന ഭാഗങ്ങളെ സൾക്കസ് എന്നും പറയും. സൾക്കസ്. സർക്കസിലൊക്കെ താഴോട്ട് ചാടുന്നതൊക്കെ സർക്കസ് അല്ലേ. സർക്കസ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, മേലിൽ നിന്ന് താഴോട്ട് ചാടുമല്ലേ, അതാണ് താഴ്ന്ന ഭാഗം സെറിബ്രത്തിലെ സൾക്കസ് എന്നും ഉയർന്ന ഭാഗം ഗൈറസ് എന്നും അറിയപ്പെടുന്നു. ഇവ മസ്തിഷ്കത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് ഇവയാണ്. അപ്പോ സെറിബ്രത്തിലെ ഈ ഉയർന്നും താഴ്ന്നും കാണപ്പെടുന്ന ഭാഗത്തിന് പേരുണ്ട്. ഈ ഉയർന്ന ഭാഗമാണ് ഗൈറസ്, കയറ്റം കയറണം. എങ്കിൽ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് സൾക്കസ് എന്നാണ്. എങ്കിൽ ഈ സെറിബ്രത്തിനെ 4 ലോബുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇവയൊക്കെയാണ് ആ 4 ലോബുകൾ. ഒന്ന് ഫ്രണ്ടൽ ലോബ്, ഏറ്റവും ഫ്രണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. പിന്നെ പാരൈറ്റൽ ലോബ്, അത് പാര എന്ന് ഓർത്തോളൂ. പുറകിലായി കാണപ്പെടുന്ന ഒക്കിപിറ്റൽ ലോബ്, പിന്നെ ടെമ്പറൽ ലോബ് എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഫ്രണ്ടൽ ലോബ് എന്നാൽ അത് ഫ്രണ്ട് എന്ന് ഓർത്തോളൂ. അതിന്റെ കൺട്രോളിൽ വരുന്നത് തീരുമാനം എടുക്കൽ, സംസാരം, നമ്മൾ സംസാരിക്കുക, നമ്മളൊരു തീരുമാനം എടുക്കുക, ഇതെല്ലാം വന്നിട്ട് ഫ്രണ്ടൽ ലോബിന്റെ കൺട്രോളിലാണ്. അത് നമ്മുടെ ഫ്രണ്ട് എന്ന് ഓർത്തോളൂ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിനോടല്ലേ പോയി സംസാരിക്കുകയും തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ പാരൈറ്റൽ ലോബ്. പാരൈറ്റൽ ലോബ് എന്നാൽ പാര വയ്ക്കുക എന്ന് ഓർത്തോളൂ. യോദ്ധയിലെ ജഗതിച്ചേട്ടനെ ഓർത്താൽ മതി. പാര വെച്ച് അടിവയിടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുമല്ലേ. യെസ്, സ്പർശനം, താപം, വേദന എന്നിവ നിയന്ത്രിക്കുന്ന ഈ പാരൈറ്റൽ ലോബാണ്. പാരൈറ്റൽ ലോബ്. പാര വയ്ക്കുമ്പോഴത്തേക്കും അടി കിട്ടും അല്ലെ. അടി കിട്ടുന്ന ഇങ്ങനെ സ്പർശിച്ചിട്ടായിരിക്കും അടി കിട്ടുന്നത്. നല്ല ചൂടൻ അടി എന്നാണ് പറയുന്നത്. യെസ്, താപം, സ്പർശം, അപ്പോ വേദന എടുക്കും. വേദന, ഇതെല്ലാം പാരൈറ്റൽ ലോബിന്റെ കൺട്രോളിലാണ്. എങ്കിൽ ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബ് എന്നാൽ ഓർമ്മ, ഗന്ധം, പിന്നെ ഭാഷാപരമായിട്ടുള്ള അറിവ്, കേൾവി, ഇതെല്ലാം ടെമ്പറൽ ലോബുമായിട്ടാണ്, ടെമ്പറൽ ലോബിന്റെ കൺട്രോളിലാണ് വരുന്നത്. നമ്മുടെ ടെമ്പർ എപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് തെറ്റുന്നത്? ആരെങ്കിലും ഒച്ചത്തിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പർ തെറ്റുമല്ലേ. യെസ്, കേൾവി.
പിന്നെ ഓർമ്മ, എന്തെങ്കിലും ഓർമ്മ പിശക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമല്ലേ. സമയമില്ലാത്ത സമയത്ത് എന്തെങ്കിലും സാധനമൊക്കെ വെച്ച് മറന്നു കഴിഞ്ഞാൽ, ഓർമ്മ പിശക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പർ തെറ്റും. പിന്നെ ഗന്ധം, അടുത്ത് ആരെങ്കിലും അനാവശ്യമായിട്ട് വേസ്റ്റ് വലിച്ചെറിയുക, ധാരാളം അങ്ങനെ ഗന്ധം പടരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും അങ്ങനെ ചെയ്യരുത്, നമ്മുടെ ടെമ്പർ തെറ്റും, നമ്മുടെ സിവിക് സെൻസ് ഉണരും, അങ്ങനെ ചെയ്യരുതെന്ന് പറയും. യെസ്, ഗന്ധം. അപ്പോഴ് നമ്മൾ എന്താണ് പ്രതികരിക്കും, ഭാഷാപരമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. ഇതെല്ലാം ടെമ്പറൽ ലോബുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. കേൾവി, ഓർമ്മ, ഗന്ധം, ഭാഷാപരമായിട്ടുള്ള അറിവ്, ഇതെല്ലാം ടെമ്പറൽ ലോബിന്റെ നിയന്ത്രണത്തിലാണ്. ഒരാൾ വന്ന് ഒച്ച ഉണ്ടാക്കുമ്പോഴത്തേക്കും കേൾവി, നമുക്ക് ഓർമ്മ ശക്തി നഷ്ടപ്പെടുമ്പോഴത്തേക്കും വന്നിട്ട് നമ്മുടെ ടെമ്പർ തെറ്റും. പിന്നെ വന്നിട്ട് ദുർഗന്ധം, എങ്ങനെ ഓർത്തോളൂ, ഗന്ധവുമായിട്ട് അപ്പോഴും നമ്മൾ പ്രതികരിക്കും, ഭാഷാപരമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇതെല്ലാം ടെമ്പർ തെറ്റുക ടെമ്പറൽ ലോബിലുമായിട്ട് കണക്ട് ചെയ്ത് വച്ചോളൂ. എങ്കിൽ ഏറ്റവും പുറകിലായിട്ട് കാണപ്പെടുന്നതാണ് ഒക്കിപിറ്റൽ ലോബ്. ഇത് കാഴ്ചയുമായിട്ട്, കാഴ്ച സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യൽ ഈ ഭാഗത്താണ്. ഒക്കിപിറ്റൽ ലോബ്, ഉൾക്കാഴ്ച, പുറം കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതാണ് ഏറ്റവും പുറകിലായിട്ടുള്ള ഭാഗം ഒക്കിപിറ്റൽ. തലയുടെ പുറം ഭാഗത്ത് അടികിട്ടിയാൽ ഹോസ്പിറ്റലിൽ പോവും അല്ലെ, പുറം തലയിൽ അടിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ പുറം ഭാഗത്ത് ഒക്കിപിറ്റൽ, ഹോസ്പിറ്റലിലാവും എന്നും കണക്ട് ചെയ്തോളൂ. ഒക്കിപിറ്റൽ ലോബ് ഏറ്റവും പുറം ഭാഗത്താണ്. ഉൾക്കാഴ്ച ഏറ്റവും ഉള്ളിലാണ്, ഇത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും ഓർത്തോളൂ. അടുത്ത് നോക്കാനായിട്ടുള്ള തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഏറ്റവും വലുത് സെറിബ്രം, ഇതിന് രണ്ടാമതേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലം എന്നാണ്. സെറിബെല്ലത്തിന്റെ ആ വാക്കിന്റെ അർത്ഥവും ലിറ്റിൽ ബ്രെയിൻ, അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞൻ തലച്ചോറ് എന്നും ഓർമ്മിച്ചോളൂ. കോഡിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. സെറിബെല്ലം എന്നാൽ ബല്ലേ 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 എന്ന് ഓർത്തോളൂ. യെസ്, ബല്ലേ ബല്ലേ എന്ന് ഒരാള് പാടുകയാണ് എപ്പോൾ, അയാള് മദ്യപിക്കുമ്പോഴാണ്. മദ്യത്തിന്റെ സ്വാധീനം നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് ചെലുത്തുന്നതെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലം എന്ന് പറയണം. മദ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. മദ്യപിച്ചവർക്ക് നേരെ നടക്കാനായിട്ട് കഴിയാത്തത് മദ്യം സെറിബെല്ലത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനാലാണ്. മദ്യപിക്കുമ്പോൾ ആദ്യം ബല്ലേ ബല്ലേന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടെങ്കിലും പിന്നെ അൺബാലൻസ് ആവുമല്ലേ. യെസ്, ബോഡി ബാലൻസ്, ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം കഴിക്കുമ്പോഴത്തേക്കും ആദ്യം ഡാൻസ് കളിക്കും, പിന്നെ തുലനാവസ്ഥ, ബോഡി ബാലൻസ് പോവും, ഇങ്ങനെ ചരിഞ്ഞും മുളഞ്ഞൊക്കെ നടക്കത്തില്ലേ. അത് മാത്രമല്ല പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ശാരീരിക ചലനങ്ങൾ സുഗമമാക്കുകയും ചെയ്യുന്നത് സെറിബെല്ലമാണ്. ബാലൻസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് പേശിയൊക്കെ തളർന്നു പോവും, പിന്നെ ഏകോപിപ്പിക്കാനൊന്നും പറ്റാതെ ചുരുണ്ടുകൂടി കിടക്കും എന്നും ഓർത്തോളൂ സെറിബെല്ലത്തിനെ വെച്ചിട്ട്. അപ്പൊ സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. പേശിയൊക്കെ വീക്ക് ആവുമല്ലേ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം ഡാൻസ് ഒക്കെ ചെയ്യും, പിന്നെ വന്നിട്ട് ബോഡി ബാലൻസ് പോവും, ശരീരത്തിന്റെ തുലനാവസ്ഥ പോവും, പിന്നെ പേശി പ്രവർത്തനങ്ങളും വീക്കാവും. യെസ്, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും സെറിബെല്ലമാണ്. ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അപ്പോൾ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സെറിബെല്ലമാണ്. സെറിബെല്ലം കാണപ്പെടുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഇത് സൈഡ് വ്യൂ ആണ്. സെറിബെല്ലം ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിന്റെ താഴെയായിട്ട് രണ്ട് വശങ്ങളിലായിട്ട് ദളങ്ങള് പോലെയാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. പൂവിന്റെ ദളങ്ങളുണ്ടല്ലോ, പൂവിന്റെ ദളങ്ങള് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു. മദ്യപാനം അഫക്റ്റ് ചെയ്യുന്നത് സെറിബെല്ലത്തെയാണ്. അതാണ് ബല്ലേ ബല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ബോഡി ബാലൻസ് നഷ്ടപ്പെടും മദ്യപിക്കുമ്പോൾ, കാരണം സെറിബെല്ലത്തിന് നേരെ ചൊവ്വേ വർക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലമാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് തലാമസ്. അപ്പൊ അടുത്ത് നോക്കേണ്ട ബ്രെയിനിലെ ഭാഗമാണ് തലാമസ്. ഈ ഭാഗത്താണ് തലാമസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ എഡിറ്റർ എന്ന് ഓർത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ സെൻസർ ബോർഡ് എന്ന് ഓർത്തോളൂ. അതിനൊരു കാര്യമുണ്ട്. തലച്ചോറിൽ പോകുന്ന സന്ദേശങ്ങൾ, പലതരം സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് പാസ് ചെയ്യും. അതിൽ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നോക്കി അരിച്ചിട്ട് തലാമസ് വഴിയായിരിക്കും അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. തല വഴിയല്ലേ, നമുക്ക് തല കഴിഞ്ഞിട്ടല്ലേ സെറിബ്രത്തിലോട്ട് പോകാനായിട്ട് കഴിയൂ. തലയുടെ ഭാഗമാണെങ്കിലും സെറിബ്രം ഏറ്റവും മുകളിലാണ്, തലാമസ് ഇവിടെയാണ് ഇരിക്കുന്നത്. ആ തല എന്നാൽ തലാമസ് എന്ന് ഓർത്തോളൂ. അപ്പൊ ശരീരത്തിലുള്ള എല്ലാ സന്ദേശങ്ങളും ആദ്യം ഇവിടെ എത്തി ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വേണ്ടതാണെങ്കിൽ മാത്രമേ സെറിബ്രത്തിലോട്ട് അയക്കൂ എന്നും ഓർത്തോളൂ. അത് മാത്രമല്ല, വേദന സംഹാരികൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് തലാമസിലാണ് എന്നും ഓർത്തോളൂ. നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ തലയല്ലേ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നത്, അതാണ് തലാമസ്.
തലവേദന വരുമ്പോഴത്തേക്കും നമ്മുടെ റിലേ പോവും. അങ്ങനെയും ഓർത്തോളൂ. യെസ്, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അതും തലാമസ് ആണ്. ഞാൻ പറഞ്ഞു സെൻസർ ബോർഡ് എന്ന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംവേദങ്ങൾ അഥവാ ഇന്ദ്രിയാനുഭവങ്ങൾ സെറിബ്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തലാമസിലൂടെ കടന്നു പോവുകയും തലാമസ് അതിൽ വേണ്ടതാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് അയക്കത്തുള്ളൂ. എഡിറ്റർ ആണ്, എഡിറ്റ് ചെയ്ത് ബാക്കി കളയും എന്നും ഓർത്തോളൂ. ഉറങ്ങുന്ന സമയത്ത് ഇതൊരു അരിപ്പയായിട്ടും നിൽക്കും. ഉറങ്ങുന്ന സമയത്തും അനാവശ്യ സന്ദേശങ്ങളെ സെറിബ്രത്തിലോട്ട് കടത്തിവിടാതെ സംരക്ഷിക്കുന്നതും ഇദ്ദേഹമാണ്. പ്രധാന ധർമ്മങ്ങൾ സന്ദേശങ്ങളുടെ ഏകോപനം, സംവേദ പ്രേരക സന്ദേശങ്ങളെ ഏകോപിപ്പിക്കുകയും ആവശ്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നത് തലാമസ് ആണ്. അപ്പോ നമ്മുടെ തലാമസ് എന്നാൽ തല എന്നാൽ എഡിറ്റർ ആണ് എന്നും ഓർത്തോളൂ. സെൻസർ ബോർഡ് ആണ് എന്നും ഓർത്തോളൂ. അപ്പോ തലാമസ് ആണ് നമ്മുടെ മസ്തിഷ്കത്തിലെ സെൻസർ ബോർഡ് എന്നും ഓർത്തോളൂ. സെറിബ്രത്തിലാണ് ഈ ഭാവന, ചിന്ത, വികാരം, വിചാരം ഇതെല്ലാം ഉണ്ടാവുന്നത്. അതിനുള്ള സന്ദേശങ്ങൾ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യണമല്ലേ, എങ്കിലേ ഇതെല്ലാം ഉണ്ടാവൂ. സെലിബ്രിറ്റി, കലാകാരൻ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അനാവശ്യമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്ത് കളയാൻ വേണ്ടി തൊട്ട് താഴെ ഈ ഭാഗത്തായിട്ട് തലാമസ് ഉണ്ട്. അതാണ് തല എന്ന് ഓർത്തോളൂ. തല തീരുമാനിക്കും എന്തൊക്കെ അങ്ങോട്ട് വിടണമെന്ന്. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വിടുമ്പോഴത്തേക്കും സെറിബ്രം ഒരു കലാകാരനെ പോലെ പ്രവർത്തിക്കും എന്നും ഓർത്തോളൂ. കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ഇനി നോക്കാനുള്ളത് തലാമസ് കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ്, യെസ്, മസ്തിഷ്കത്തിലെ തലാമസിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ എന്നാൽ അപ്പോ എന്ന് ഓർത്തോളൂ. അപ്പോ എന്ന് പറഞ്ഞ് നമ്മൾ തലയിൽ കൈവയ്ക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിശപ്പ് വരുമ്പോഴത്തേക്കും, ഭയങ്കരമായിട്ട് ദാഹിക്കുമ്പോഴത്തേക്കും, ഭയങ്കരമായിട്ട് ചൂടെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ രീതിയിൽ വന്നിട്ട് അപ്പോ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കത്തില്ലേ? യെസ്, വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് ഈ ഹൈപ്പോ തലാമസിലാണ്. പ്രധാന ധർമ്മങ്ങൾ ശരീര താപനിലയുടെ നിയന്ത്രണം. ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിലനിർത്തുന്നത് ഹൈപ്പോ തലാമസ് ആണ്. താപം കൂടുമ്പോൾ നമ്മൾ അപ്പോ എന്ന് തലയിൽ കൈവച്ചിട്ട് നമ്മൾ ജലം കുടിക്കുമല്ലേ. അപ്പൊ ജലം കുടിക്കുക, പിന്നെ വന്നിട്ട് ഭക്ഷണം, വിശപ്പ് നിയന്ത്രിക്കുന്നതൊക്കെ വന്നിട്ട് ഹൈപ്പോ തലാമസ് ആണ്. അതുകൊണ്ട് ഇതിനെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാലും ഹൈപ്പോ തലാമസ് ആണ്. ഇതൊന്നും കൃത്യമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. അപ്പോ ജലം, വിശപ്പ്, താപനിലയൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടും അല്ലേ. ഉറക്കം, ഉണർച്ച തുടങ്ങിയവ 24 മണിക്കൂർ ചക്രങ്ങളെ നിയന്ത്രിക്കുക. നമ്മുടെ 24 മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു റൊട്ടീനെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. എങ്കിൽ ഹൈപ്പോ തലാമസ് നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന 2 പ്രധാന ഹോർമോണുകളാണ് ഓക്സിറ്റോസിന്, വാസോപ്രസിന്. ഓക്സിറ്റോസിന്, വാസോപ്രസിന്. നല്ല താപനിലയൊക്കെ വരുമ്പോഴത്തേക്കല്ലേ നമ്മൾക്ക് നല്ല ഓക്സിജൻ ഒക്കെ കിട്ടുന്നത്. അത് വെച്ച് കണക്ട് ചെയ്തോളൂ. ഓക്സിറ്റോസിൻ. എങ്കിൽ നമുക്ക് വെള്ളം ദാഹം വരുമ്പോഴത്തേക്കും വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം പ്രസ് ചെയ്തായിരിക്കും നമ്മൾ കുടിക്കുന്നത്. യെസ്, വാസോപ്രസിന്. ഇത് രണ്ടും ഹൈപ്പോ തലാമസ് നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് എന്നും ഓർത്ത് വച്ചോളൂ. ശരീരത്തിലെ തെർമോസ്റ്റാറ്റ് എന്നറിയപ്പെടുന്നത്. തെർമോസ്റ്റാറ്റ് എന്നാൽ തെർമോ എന്നാൽ താപനില എന്നല്ലേ. ശരീര താപനിലയെ ക്രമീകരിക്കുന്നതിനാൽ ഇതിനെ ശരീരത്തിന്റെ തെർമോസ്റ്റാറ്റ് എന്നും അറിയപ്പെടുന്നു. അത് മാത്രമല്ല മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നതും ഹൈപ്പോ തലാമസ് ആണ്. പീയൂഷ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോ തലാമസ്. നമുക്ക് ഗ്ലാൻഡ്, ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വെക്കൂ. ഹൈപ്പോ തലാമസ്, അപ്പോ എന്ന് പറഞ്ഞ തലയിൽ കൈവയ്ക്കുന്ന എപ്പോഴായിരിക്കും? ചൂട് കൂടുമ്പോൾ. ശരീരത്തിന്റെ താപനിലയെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമല്ലേ. യെസ്, വെള്ളം ദാഹം, പിന്നെ വിശപ്പ് മാറ്റുന്നത്, പിന്നെ നമ്മുടെ ഉറക്കം ക്രമീകരിക്കുന്നത്, ഇതെല്ലാം വന്നിട്ട് ഹൈപ്പോ തലാമസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും ഓർത്തോളൂ. അപ്പോ ഹൈപ്പോ തലാമസിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഓർത്തത്. ഹൈപ്പോ എന്നാൽ അപ്പോ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കുന്നു എന്നും ഓർത്തോളൂ. ശരീരത്തിന്റെ തെർമോസ്റ്റാറ്റ് എന്നറിയപ്പെടുന്ന ഭാഗവും ഇതാണ്. എങ്കിൽ ഇനി നോക്കാനുള്ളതാണ് നമുക്ക് അവസാനമായി പഠിക്കേണ്ട മെഡില്ല ഒബ്ലാങ്കേറ്റ. പേരിൽ മാത്രമേ മിഡിൽ ഉള്ളൂ. ഇത് തലച്ചോറിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മെഡില്ല ഒബ്ലാങ്കേറ്റ. ഇത് സ്റ്റംപ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിന്റെ താഴെയുള്ള സെറിബെല്ലത്തോട് ചേർന്ന് താഴെയായിട്ടാണ് ഈ മെഡില്ല ഒബ്ലാങ്കേറ്റ
കാണപ്പെടുന്നത്. പേരിൽ മാത്രമേ മിഡിലുള്ളൂ, താഴെയാണ് എന്നും ഓർത്തോളൂ. അത് മാത്രമല്ല, തലച്ചോറിനെ സുഷുമ്നാ നാഡിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇവിടെയാണ്. സ്പൈനൽ കോഡ് കണ്ടോ, ഇവിടെ നിന്നാണ് തലച്ചോറിനെ സുഷുമ്നാ നാഡിയുമായിട്ട് ബന്ധിക്കുന്നത്. ഏറ്റവും താഴെയല്ലേ മെഡുല്ല ഒബ്ലോങ്കേട്ട, അപ്പൊ സുഷുമ്നാ നാഡിയുമായിട്ട് ബന്ധിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നേരെ താഴെ നട്ടലിന്റെ അങ്ങോട്ട് സുഷുമ്നാ നാഡി സ്പൈനൽ കോഡ് പോകും എന്ന് ഓർത്തോളൂ. എങ്കിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ കട്ടയ്ക്ക് നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ് എന്ന് പഠിച്ചോളൂ. അനൈച്ഛിക പ്രവർത്തനം എന്നാൽ നമ്മുടെ നിയന്ത്രണത്തില് അല്ലാത്ത കാര്യങ്ങളല്ലേ. നമ്മളെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, പിന്നെ രക്തസമ്മർദ്ദം, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ കുറെ നേരം ഈ ശ്വാസം പിടിക്കാതെ ഇങ്ങനെ നിന്ന് നോക്കൂ, കുറച്ചു നേരമൊക്കെ നിൽക്കാം, പിന്നെ മുകളിലോട്ട് പൊക്കോണ്ടേയിരിക്കും അല്ലേ. ശ്വാസമല്ല നമ്മള്. അപ്പോ അനൈച്ഛിക പ്രവർത്തനങ്ങളെ കട്ടയ്ക്ക് നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ്. അത് മാത്രമല്ല, മറ്റ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് ചുമ വന്നു കഴിഞ്ഞാൽ, തുമ്മൽ വന്നു കഴിഞ്ഞാൽ, പിന്നെ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, ഇതൊന്നും നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലേ. ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ കട്ടയ്ക്ക് കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ്. എന്നാൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? സെലിബ്രിറ്റി എന്ന് ഞാൻ പറഞ്ഞു, സെറിബ്രമാണ്. ശ്രീനിവാസൻ ചേട്ടനെ വെച്ചിട്ട് ഓർത്താൽ മതി. ഒരു വര വരച്ചിട്ട് അതിനുള്ളിൽ നിന്ന് അഭിനയിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളാണ്. ഓട്ടം, ചാട്ടം, ഇതൊക്കെ അല്ലേ, അത് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ കട്ടയ്ക്ക് കൺട്രോൾ ചെയ്യുന്നതാണ് മെഡുല്ല ഒബ്ലോങ്കേട്ട. അത് മാത്രമല്ല, ഉമിനീർ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ്. അത് ഈ വാള് വെക്കുക, ഛർദി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്തോളൂ. നമുക്ക് വാള് വെക്കാൻ വേണ്ടി തോന്നുമ്പോഴത്തേക്കും ധാരാളം ഈ ഉമിനീര് പെട്ടെന്ന് ഇങ്ങനെ വായിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ, അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പോൾ ഉമിനീർ ഉൽപാദനത്തിനെയും നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ്. പിന്നെ തുമ്മല്, ചുമ, ഛർദി, പിന്നെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം, ഇതെല്ലാം അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ്. സുഷുമ്നാ നാഡിയുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ് എന്നും ഓർത്തോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തലച്ചോറിൽ നിന്നും പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മറ്റ് ക്ലാസ്സുകളും കാണുക. ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പഞ്ചവത്സര പദ്ധതികളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതും കാണൂ, മറ്റ് ക്ലാസ്സുകളെല്ലാം കാണൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അവിടെയും ജോയിൻ ചെയ്തോളൂ. ഞാൻ ഈ ക്ലാസിന്റെ നോട്ട്സ് അവിടെ അയച്ചേക്കാം. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ. ദിസ് ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്.